പ്രണവമന്ത്രമായ ഓംകാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരിക്കൽ സുബ്രഹ്മണ്യ സ്വാമി ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ മറുപടി പറയാൻ സാധിക്കാത്ത ബ്രഹ്മാവിനെ അദ്ദേഹം ബന്ധിച്ചു. എന്നിട്ട് സ്വയം സൃഷ്ടികർമ്മം ആരംഭിക്കുകയാണ്. ഇതറിഞ്ഞ മഹാദേവനോ മകൻ്റെ പ്രവൃത്തിയിൽ വ്യാകുലനായി അദ്ദേഹം വന്ന് സുബ്രഹ്മണ്യ സ്വാമിക്ക് തത്വോപദേശം നടത്തുകയാണ്. അങ്ങനെ തിരിച്ചറിവ് നേടിയ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ പ്രവൃത്തി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ബ്രഹ്മാവിനെ സ്വതന്ത്രനാക്കുകയും താൻ ചെയ്ത കർമ്മം അതെത്ര വലിയ പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് സർപ്പരൂപിയായി അലയാൻ ആരംഭിച്ചു. ഇതറിഞ്ഞ പാർവതീദേവിക്കോ വളരെയേറെ ആശങ്കയായി. കാരണം സ്വന്തം മകനാണ് സർപ്പരൂപത്തിൽ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർവതീദേവി ഷഷ്ടിവ്രതം ആരംഭിക്കുകയാണ്. അങ്ങനെ ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ആ അമ്മ മകനെ തിരിച്ച് വരുത്തുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ മഹാവിഷ്ണു തലോടിയപ്പോഴാണത്രേ സുബ്രഹ്മണ്യ സ്വാമിക്ക് സർപ്പരൂപത്തിൽ നിന്നും സാധാരണ രൂപം പ്രാപ്തമായത് എന്നാണ് ഐതിഹ്യം.